കലോത്സവ വേദിയിലെത്തിയ ഒരു കലാകുടുംബത്തെ പരിചയപ്പെടാം. കലാമണ്ഡലം ഷൈജു, കലാമണ്ഡലം വേണി എന്നിവർ. രണ്ടു മക്കളുമായി പങ്കെടുക്കാനെത്തിയത് വെറുതെയല്ല. MK വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. കലോത്സവത്തിലെ കഥകളി സംഗീതം നടക്കുന്ന വേദിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സാഹിത്യ അക്കാദമി, അതിൻ്റെ പേര് കനകാംബരം എന്നാണ് ആ വേദിയുടെ പേര്. ആ കനകാംബരത്തിലെത്തിയപ്പോൾ ഒരു കലാകുടുംബത്തെ കണ്ടു. അവരെ ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. കലാമണ്ഡലം ഷൈജു, അതുപോലെ തന്നെ കലാമണ്ഡലം വേണി, അവരാണ് ഇരുവശത്തുമായി ഇരിക്കുന്നത്. അവരുടെ രണ്ട് പെൺമക്കൾ, ഇവരെല്ലാം കലാകുടുംബമാണ്. അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ആദ്യം കലാമണ്ഡലം വേണി, അധ്യാപികയാണ്. കലാമണ്ഡലം വേണി, ഒന്ന് പറയാമോ കലാപരമായ പ്രവർത്തനം? ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത്. ഇപ്പോൾ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയാണ്. മകള് തുടർച്ചയായിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾ ഈ സംസ്ഥാന കലോത്സവ വേദികളിലുണ്ട്. ഇന്നലെ മകള് ഭരതനാട്യത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും A ഗ്രേഡ് നേടി. ഇന്നിപ്പോൾ കഥകളി സംഗീത മത്സരം കഴിഞ്ഞു. വളരെ സന്തോഷം. മകൾക്ക് മികച്ച നിലയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു. മകൾ എത്രാം ക്ലാസ്സിലാണ്? മകൾ ഇപ്പോൾ +2 അവസാന വർഷമാണ്. അവളുടെ പേര് സങ്കീർത്തന. അടുത്ത ആൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? മകള് ഏതിലൊക്കെയായിരുന്നു എന്ന് പറയോ? മകള് ഡാൻസ്, മോഹിനിയാട്ടം എൻ്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ഭരതനാട്യം കലാക്ഷേത്ര അമൽനാഥിന്റെ അടുത്താണ്. ഇത്തവണ ജില്ലയിൽ മത്സരിച്ചിരുന്നു. UP സ്കൂൾ എന്ന് പറയുമ്പോൾ ജില്ല വരെ ഉള്ളൂ. ഹൈസ്കൂൾ വരുമ്പോഴേ കലോത്സവത്തിലേക്ക് വരികയുള്ളൂ, സംസ്ഥാന കലോത്സവം. അപ്പോൾ അവിടെ അടുത്ത ആളിനെ സംസ്ഥാന കലോത്സവത്തിലേക്ക് ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കലാമണ്ഡലം മൃദംഗ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കുറേ വർഷങ്ങളായിട്ട് കലോത്സവ വേദികൾ പരിചയമുണ്ട്. അതായത് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് മൃദംഗത്തിൽ കലോത്സവ വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ഡാൻസ് നൃത്ത ഇനങ്ങൾക്ക് ഓർക്കസ്ട്രയിലുള്ള സമയത്ത് ഒരുപാട് കലോത്സവത്തിന് ഒരുപാട് മൃദംഗം വായിച്ചിട്ടുണ്ട്. നമ്മുടെ കഥകളി സംഗീതമാണ് ഈ വേദിയിൽ നടന്നത്. മകൾ ഇന്ന് മത്സരത്തിൽ പങ്കെടുത്തു. നമുക്ക് ആ കഥകളി സംഗീതം അല്പം ഒന്ന് കേൾക്കാം. ഗൗഡ നൃപതിവൽ വീരവാൻ, ഗൗഡ നൃപതിവൽ വീരവാൻ, ഇവനല്ലോ നാടം ധരണീശ്വരൻ. സങ്കീർത്തനയുടെ മനോഹരമായ കഥകളി സംഗീതമാണ് നമ്മൾ ആസ്വദിച്ചത്. എല്ലാത്തരം ഗാനങ്ങളും സങ്കീർത്തന ആലപിക്കാറുണ്ട്. അത്തരമൊരു ഗാനത്തിന്റെ ഏതാനും ഈരടികൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഉടലണിന്ത ആടേപ്പോൾ എനയണിന്ത് കൊള്ളുവായ ഇനി നീ കണ്ണ തൂങ്ങാതെ എൻ കണ്ണിൽ തുളിരൊരിത്ത കണ്ണന്താൻ ഇനി നീ എതിർപ്പാരാമലേ. അതാണ്, ഇത്തരം നിരവധി കുടുംബങ്ങൾ ഈ കലോത്സവ വേദിയിൽ വരുന്നുണ്ട്. അവരുടെ മാതാപിതാക്കളും കുട്ടികളും എല്ലാം കലാകാരന്മാരായിട്ടുള്ള കുടുംബം നിരവധി പേർ ഇവിടെ വന്നു പോകുന്നു. അതാണ് ഈ കലോത്സവം കലാകേരളത്തിന് സമ്മാനിക്കുന്നത്. ക്യാമറമാൻ അരുൺ അനന്തപുരിക്കൊപ്പം MK വിനോദ്, ജനം.